ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. ദേവസ്വത്തിലെ പ്രശ്നം പഠിക്കാൻ ജസ്റ്റിസ് എം.എൻ. കൃഷ്ണനെ ചുമതലപ്പെടുത്തിയതായി കോടതിയെ സർക്കാർ അറിയിച്ചു. കടപ്പുറം പഞ്ചായത്ത് ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. വളം വിതരണം ചെയ്തതിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തി. ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടിലും LDF-ന് ജയം. ജില്ലാ പഞ്ചായത്ത് വള്ളത്തോൾ നഗർ ഡിവിഷനിലും വേളൂക്കര 10ാം വാർഡിലുമാണ് LDF വിജയിച്ചത്. ഗുരുവായൂർ ദേവസ്വത്തിലെ ജീവനക്കാർ ഭക്തരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ ദേവസ്വം ബോർഡ് ചെയർമാനെ ശാസിച്ചതായി സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി ജസ്റ്റിസ് എം.എൻ. കൃഷ്ണനുണ്ണിയെ ചുമതലപ്പെടുത്തിയതായും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക സംവിധാനം ഒരുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കെതിരെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് മോശം സമീപനം ഉണ്ടാകുന്നുവെന്ന പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷാ നടപടികൾക്കായി പ്രത്യേക സംവിധാനം രൂപീകരിക്കുന്നതാണ് ഉചിതമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. അഡ്വക്കേറ്റ് ജനറലിന്റെ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറി. ഭക്തർക്കെതിരെ ക്ഷേത്ര ജീവനക്കാരിൽ നിന്ന് മോശം സമീപനം ഉണ്ടാകുന്നതായി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് ബന്ധപ്പെട്ട എല്ലാ കക്ഷികൾക്കും നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. കടപ്പുറം പഞ്ചായത്ത് ഓഫീസിൽ വിജിലൻസ് റെയ്ഡ് നടത്തി. സമഗ്ര കേര വികസന പദ്ധതിയുടെ ഭാഗമായി 21 ലക്ഷം രൂപ ചെലവഴിച്ച് കൃഷിഭവൻ വഴി കേര കർഷകർക്ക് വിതരണം ചെയ്ത ജൈവവളമായ കപ്പലണ്ടി പിണ്ണാക്കിന്റെ കൊട്ടേഷൻ നടപടിയിൽ വ്യാപക അഴിമതി നടന്നതായി പരിശോധനയിൽ കണ്ടെത്തി. വളം വിതരണവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും കുറഞ്ഞ കൊട്ടേഷനേക്കാൾ കൂടിയ നിരക്കിലുള്ള കൊട്ടേഷൻ അംഗീകരിച്ചതിനെ തുടർന്ന് സർക്കാരിന് ഭീമമായ നഷ്ടം ഉണ്ടായതായും വിജിലൻസ് സംഘം പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വിജിലൻസ് CI സലീഷ് N. ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് വള്ളത്തോൾ നഗർ ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് ജയം. LDF സ്ഥാനാർത്ഥി റംല ഷെരീഫ് 5924 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. റംല ഷെരീഫിന് 14,536 വോട്ടും UDF സ്ഥാനാർത്ഥി സൌമ്യ മായാദാസിന് 8,612 വോട്ടും BJP സ്ഥാനാർത്ഥി ദീപ്തി ഷാജിക്ക് 3,595 വോട്ടും ലഭിച്ചു. 26,816 പേരാണ് ഇവിടെ വോട്ട് ചെയ്തിരുന്നത്. CPM-ലെ അൻസ ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ചതിനെ തുടർന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഡിവിഷനിൽ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്താൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്നും റംല ഷെരീഫ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ചെറുതുരുത്തി ടൌണിൽ LDF പ്രവർത്തകർ പ്രകടനം നടത്തി. വേളൂക്കര 10ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF വിജയിച്ചു. LDF സ്ഥാനാർത്ഥിയായ ട്രീസ മനോഹരൻ 537 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ആകെ പോൾ ചെയ്ത 979 വോട്ടിൽ 758 വോട്ട് ട്രീസയ്ക്കും എതിർ സ്ഥാനാർത്ഥി UDF-ലെ MK അശോകന് 221 വോട്ടും ലഭിച്ചു. പഞ്ചായത്തിലെ 10ാം വാർഡ് അംഗമായിരുന്ന MP മനോഹരൻ മരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. മനോഹരന്റെ ഭാര്യയാണ് ട്രീസ. ഷോളയാർ ഡാമിന് സമീപം അമ്പലപ്പാറ റിസർവോയറിനടുത്ത് 100 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ കാറിന് തീപിടിച്ച് ഡ്രൈവർ മരിച്ചു. ചാലക്കുടി സ്വദേശി ഷാജിയാണ് മരിച്ചതെന്ന് സംശയിക്കുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 4ഓടെയായിരുന്നു അപകടം. ഹ്യുണ്ടായി കാറാണ് കത്തിയതെന്ന് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. വാൽപ്പാറയിൽ നിന്ന് വന്നിരുന്ന ആളാണ് അപകടത്തിൽപ്പെട്ടതെന്ന് സംശയിക്കുന്നു. അപകടത്തിൽപ്പെട്ട കാറിന് തൊട്ടുപുറകിൽ വന്നിരുന്ന മറ്റൊരു കാർ യാത്രക്കാരനായ വാൽപ്പാറ സ്വദേശി ജോർജാണ് അപകട വിവരം പോലീസിനെയും മറ്റും അറിയിച്ചത്. ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സും പോലീസും എത്തി നാട്ടുകാരുടെ സഹായത്തോടെ രക്ഷാപ്രവർത്തനം നടത്തി. സംഭവം അറിഞ്ഞ് വനംവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. മുരിങ്ങൂർ കുരിങ്ങത്തിറ കടവിൽ വഞ്ചി മറിഞ്ഞ് കക്കവാരൽ തൊഴിലാളി മരിച്ചു. അപകടത്തിൽ 2 പേർ രക്ഷപ്പെട്ടു. അന്നമനട സ്വദേശി മഞ്ഞളി ആന്റണിയാണ് മരിച്ചത്. വഞ്ചിയിലുണ്ടായിരുന്ന അന്നമനട സ്വദേശികളായ ഷിബു, വേണു എന്നിവരാണ് രക്ഷപ്പെട്ടത്. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3ഓടെയായിരുന്നു സംഭവം. കക്ക വാരുന്നതിനിടെ വഞ്ചി മറിഞ്ഞ ഉടൻ ഷിബുവും വേണുവും നീന്തി രക്ഷപ്പെടുകയായിരുന്നു. നീന്തൽ വശമില്ലാതിരുന്ന അന്തോണി മുങ്ങിത്താഴുന്നതിനാൽ രക്ഷപ്പെടുത്താനായില്ല. നാട്ടുകാരാണ് മൃതദേഹം പുറത്തെടുത്തത്. ചാലക്കുടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കൊടകര ദേശീയപാതയിലെ പെരിങ്ങാംകുളത്ത് കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ചെറുവത്തൂർ കരിമ്പറമ്പിൽ നാരായണന്റെ ഭാര്യ 58 വയസ്സുള്ള രേണുകയാണ് മരിച്ചത്. ആമ്പല്ലൂരിലെ ESI ഡിസ്പെൻസറിയിൽ പോയി മടങ്ങിവരുമ്പോൾ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12ഓടെയായിരുന്നു അപകടം. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രി 12-ന് മരിച്ചു. രേണുകയുടെ കണ്ണുകൾ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി നേത്രബാങ്കിലേക്ക് ദാനം ചെയ്തു.
വരവൂർ മിനീഷ് കൊലക്കേസിലെ പ്രതികൾ ഉപയോഗിച്ചിരുന്ന കാറും ഓട്ടോയും കണ്ടെടുത്തു. പ്രതികളുടെ വീടിന് പരിസരത്ത് നിന്നാണ് വാഹനങ്ങൾ കണ്ടെടുത്തത്. മിനീഷിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം സംഭവസ്ഥലത്ത് നിന്ന് മാറ്റുന്നതിനും കൊല ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ ഒളിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രതികൾ ഈ വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്നത്. രണ്ടാം പ്രതി ബിജിന്റെ ഓട്ടോയും നാലാം പ്രതി പ്രമോദിന്റെ കാറുമാണ് കണ്ടെത്തിയത്. വടക്കാഞ്ചേരി സിഐ വിപിൻ ദാസിന്റെ നേതൃത്വത്തിൽ ഷാഡോ പോലീസ് ഓഫീസർമാരായ മുഹമ്മദ് അഷ്റഫ്, ഹബീബ്, സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വാഹനങ്ങൾ കണ്ടെത്തിയത്. എരുമപ്പെട്ടി കുന്നത്തേരി പാടശേഖരത്തിൽ ചെത്തു തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നത്തേരി മുരായി വീട്ടിൽ 60 വയസ്സുള്ള ചിന്നനാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ കള്ളു ചെത്തുവാൻ വീട്ടിൽ നിന്ന് പോയതായിരുന്നു ചിന്നൻ. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പാറേക്കാട്ടുകര സെന്റ് മേരീസ് ദേവാലയത്തിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജെയിംസ് കവലക്കാട്ട് കൊടിയേറ്റം നിർവഹിച്ചു. ശനിയാഴ്ച രാവിലെ ഫാദർ സെബി കൊളങ്ങരയുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലി, ലതീഞ്ഞ്, പ്രസിദ്ധന്തി വാഴ്ച, നൊവേന, ആദ്യ കുർബാന സ്വീകരണം, രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, നേർച്ച പായസം, വെഞ്ചിരിപ്പ് എന്നിവ ഉണ്ടാകും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10-ന് ഫാദർ ജോൺ മൂലന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടക്കും. ഫാദർ ആന്റണി പോട്ടക്കാരൻ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ ആന്റു ആലപ്പാടൻ നേർച്ച ഊട്ട് ആശീർവാദം നടത്തും. തുടർന്ന് പ്രദക്ഷിണം, നേർച്ച സദ്യ എന്നിവ ഉണ്ടാകും. ഇടവേള. വാർത്തകൾ തുടരുന്നു. വാഗ കാക്കത്തുരുത്തി പടവിലെ കാടച്ചാൽ തകർത്ത് റോഡ് നിർമ്മിക്കാനുള്ള സ്വകാര്യ വ്യക്തികളുടെ ശ്രമം കർഷകർ തടഞ്ഞു. കാക്കത്തുരുത്ത് കോൾപ്പടവിലേക്ക് നെൽകൃഷിക്ക് വെള്ളം ലഭ്യമാക്കുന്നതിനാണ് വർഷങ്ങൾക്ക് മുൻപ് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് ഏജൻസിയുടെ ഫണ്ട് ഉപയോഗിച്ച് 600 മീറ്റർ ദൂരത്തോളം കോൺക്രീറ്റ് കാന നിർമ്മിച്ചത്. കാനയോട് ചേർന്ന് ഭൂമിയുള്ള 2 സ്വകാര്യ വ്യക്തികൾ 10 മീറ്ററോളം ദൂരം യന്ത്രസഹായത്തോടെ കാനയുടെ കോൺക്രീറ്റ് ഭിത്തികൾ തകർത്തിരിക്കുകയാണെന്ന് കർഷകർ ആരോപിച്ചു. കോൾപ്പടവിലേക്ക് ട്രാക്ടറും കൊയ്ത്തു യന്ത്രങ്ങളും കടത്തുന്നതിനായി കാനയ്ക്ക് മുകളിൽ ഉറപ്പിച്ചിരുന്ന കോൺക്രീറ്റ് സ്ലാബുകളും ഇളക്കി മാറ്റിയിട്ടുണ്ട്. പാടത്തിലൂടെ കരിങ്കൽ ഭിത്തി കെട്ടുന്നതിനായി സ്വകാര്യ വ്യക്തികൾ ചാൽ കീറിയിട്ടുണ്ട്. കാടച്ചാൽ തകർത്ത് പാടത്തുകൂടെ സ്വകാര്യ ഭൂമിയിലേക്ക് റോഡ് നിർമ്മിച്ചാൽ കാക്കത്തുരുത്ത് പടവിന്റെ വടക്ക് ഭാഗത്തും കുടംപുള്ളി താഴത്തും നെൽകൃഷിക്ക് വെള്ളമെത്തിക്കാൻ കഴിയില്ല. ഇതോടെ 35 ഏക്കറോളം നെൽപ്പാടം തരിശായി മാറുമെന്ന് കർഷകർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് കാക്കത്തുരുത്ത് പടവ് കമ്മിറ്റി പ്രസിഡന്റ് ജിഒ ഫോക്സ്, സെക്രട്ടറി കെ പി സണ്ണി എന്നിവരുടെ നേതൃത്വത്തിൽ കൃഷി ഓഫീസർ, വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, പാവറട്ടി പോലീസ് എന്നിവർക്ക് പരാതി നൽകി. പരിശുദ്ധ പോംപെ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ കോഞ്ചിറ മുത്തിയുടെ ഊട്ടുതിരുനാളിന് തുടക്കമായി. ദേവാലയത്തിൽ ഒരുക്കിയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ ഗുരുവായൂർ ACP R ജയചന്ദ്രൻ പിള്ള നിർവഹിച്ചു. ശനിയാഴ്ച രാവിലെ 9-ന് നടക്കുന്ന ദിവ്യബലിയെ തുടർന്ന് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചു വയ്ക്കും. വൈകിട്ട് 4:30-നുള്ള സ്വർഗരാജ്ഞി പ്രതിഷ്ഠ പുതുക്കൽ, കിരീടധാരണം, ഊട്ട് ഭക്ഷണ ആശീർവാദം എന്നിവയ്ക്ക് അതിരൂപത സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇടവക പള്ളിയിൽ നിന്നുമുള്ള കിരീടമെഴുന്നള്ളിപ്പ് രാത്രി 9:30-ക്ക് തീർത്ഥകേന്ദ്രത്തിൽ എത്തി സമാപിക്കും. തുടർന്ന് ഇടവകയിലെ പ്രവാസികളുടെ നേതൃത്വത്തിലുള്ള കരിമരുന്ന് കലാപ്രകടനം അരങ്ങേറും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 6 മുതൽ 10 വരെ തുടർച്ചയായി ദിവ്യബലി ഉണ്ടാകും. രാവിലെ 10:30-നുള്ള ആഘോഷമായ തിരുനാൾ ഗാനപൂജയ്ക്ക് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോർജ് കോമ്പാറ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 5-ന് സമൂഹ ദിവ്യബലിയെ തുടർന്ന് നാനാജാതി മതസ്ഥർ അണിനിരക്കുന്ന തിരുനാൾ തിരിപ്രദക്ഷിണം നടക്കും. രാത്രി 7:30-ന് പള്ളി വെടിക്കെട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കരിമരുന്ന് പ്രയോഗവും ഉണ്ടാകും. കോഞ്ചിറ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളെക്കുറിച്ച് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി വിശദീകരണം നൽകി. ശനി, ഞായർ ദിവസങ്ങളിലായി നടക്കുന്ന ഊട്ടുതിരുനാളിന് ഭക്ഷണം പാകം ചെയ്യുന്നവരും വിളമ്പുന്നവരും സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളാണ് ഹെൽത്ത് സൂപ്പർവൈസർ KS രാമൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ MM സലീം എന്നിവരുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചത്. ഊട്ടുശാലയിൽ സേവനം ചെയ്യുന്നവർക്ക് രോഗങ്ങൾ ഇല്ലെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തണം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാനായി നൽകാവൂ എന്നും ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗുരുവായൂർ ലോഡ്ജ് ഓണേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുക, പദ്ധതിയുടെ ഭാഗമായി വെട്ടിപ്പൊളിച്ച റോഡുകൾ ഉടൻ ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. മഞ്ചുളാൽ പരിസരത്ത് നടന്ന ധർണ ക്ഷേത്ര നഗര വികസന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലോഡ്ജ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് JK പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PV മുഹമ്മദ് യാസിൻ, ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി, MK നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ നടക്കുന്ന ജാഗരൺ ഭാരത് ദേശീയോദ്ഗ്രഥന ക്യാമ്പിന്റെ ഭാഗമായി അവതരിപ്പിച്ച കളരിപ്പയറ്റ് ക്യാമ്പ് പ്രതിനിധികൾക്ക് നവ്യാനുഭവമായി. മലയാളികളുടെ തനത് കലാരൂപത്തിന്റെ ചടുലതയും മെയ്വഴക്കവും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ
ജനങ്ങളെ അതിശയിപ്പിച്ചു. ചാവക്കാട് വല്ലഭട്ട കളരി സംഘമാണ് കളരിപ്പയറ്റ് അവതരിപ്പിച്ചത്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ നെൽ കർഷകർക്കായി നെൽ കർഷക കൂട്ടായ്മ നടത്തി. പ്രൊഫസർ സി രവീന്ദ്രനാഥ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. പി എ ജോസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ രഞ്ജൻ എസ് കരിപ്പായി വിഷയം അവതരിപ്പിച്ചു. കൃഷി ഓഫീസർ അപ്സര മാധവ്, കെ കെ അനീഷ് കുമാർ, എ എം കൃഷ്ണൻ, എ സി സുബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന് മർദ്ദനമേറ്റു. വാഴത്തൂട്ടിൽ ഉദയൻ മകൻ ശരത്തിനാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ ശരത്തിനെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു. ഡിവൈഎഫ്ഐ അകമല യൂണിറ്റ് സെക്രട്ടറിയാണ് ശരത്. തൃശൂർ ജില്ലയിൽ ആദ്യമായി കായൽ ജലാശയ വിനോദ കേന്ദ്രത്തിന് മണലൂരിൽ തുടക്കമാകുന്നു. കായലോരം എന്നറിയപ്പെടുന്ന ഹൌസ് ബോട്ടിംഗ് ഉല്ലാസയാത്രയുടെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 11-ന് നിയമസഭാ സ്പീക്കർ ജി കാർത്തികേയൻ നിർവഹിക്കുമെന്ന് ഡയറക്ടർമാരായ കെ ബി ബോസ്, എ കെ പ്രതാപൻ എന്നിവർ അറിയിച്ചു. നിയുക്ത എം പി സി എൻ ജയദേവൻ, എംഎൽഎമാരായ പി എ മാധവൻ, വി എസ് സുനിൽകുമാർ, കെ വി അബ്ദുൽ ഖാദർ, തേറമ്പിൽ രാമകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. വിനോദസഞ്ചാരികൾക്ക് തിരഞ്ഞെടുക്കാനായി 2 പാക്കേജുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കടൽ, കായൽ മത്സ്യങ്ങൾ അതിഥികളുടെ അഭിരുചിക്ക് അനുസരിച്ച് തത്സമയം പാചകം ചെയ്തു കൊടുക്കുന്ന സംവിധാനം ഒരുക്കിയതായും വിനോദസഞ്ചാരികൾക്ക് താമസിക്കുന്നതിനായി കോട്ടേജുകളുടെ നിർമ്മാണം നടക്കുന്നതായും ഡയറക്ടർമാർ അറിയിച്ചു. അക്ഷരശ്ലോകരംഗത്തെ അതികായനും താന്ത്രിക കുലപതിയുമായ KPC നാരായണൻ ഭട്ടതിരിപ്പാടിന് 84ാം പിറന്നാളിന്റെ മധുരം. KPC നാരായണൻ ഭട്ടതിരിപ്പാടിന്റെ ശതാഭിഷേക ചടങ്ങുകൾ ചേർപ്പ് പഞ്ചായത്ത് ഭോജനശാലയിലും കമ്മ്യൂണിറ്റി ഹാളിലുമായി വിവിധ പരിപാടികളോടെ നടന്നു. ആഘോഷ ചടങ്ങിൽ വി എസ് സുനിൽകുമാർ എം.എൽ.എ, പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, പെരുവനം സതീശന്മാരാർ, ചെറുശ്ശേരി കുട്ടന്മാരാർ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ, സി എൻ ഗോവിന്ദൻകുട്ടി, കോരമ്പത്ത് ഗോപിനാഥ്, ഇ ടി നാരായണൻ മൂസ്, വിവിധ ക്ഷേത്ര സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുണ്ടൂർ സ്മാരക സദസ്സിന്റെയും കാലടി തന്ത്ര വിദ്യാപീഠത്തിന്റെയും ആചാര്യനായ KPC നാരായണൻ ഭട്ടതിരിപ്പാട് പെരുവനം, ആറാട്ടുപുഴ, തിരുവഞ്ചിക്കുളം ഉൾപ്പെടെ 100-ൽ പരം ക്ഷേത്രങ്ങളുടെ തന്ത്രിയാണ്. പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് നാരായണൻ ഭട്ടതിരിപ്പാടിന്റെ ശിഷ്യരുടെ അക്ഷരശ്ലോകം, കലാമണ്ഡലം രാമചാക്യാരുടെ ചാക്യാർകൂത്ത്, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, കലാമണ്ഡലം ഹരിദാസ് എന്നിവർ നയിച്ച കഥകളി, പിറന്നാൾ സദ്യ എന്നിവയും ഉണ്ടായി. ഇടവേള. വാർത്തയിലേക്ക്. അരിമ്പൂർ പഞ്ചായത്തിലെ കൈപ്പിള്ളി പുത്തിരിക്കുന്നിൽ നിർമ്മിക്കുന്ന സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ ടവറിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമായതിനാൽ ഇവിടെ ടവർ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട BJP അരിമ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ മാർച്ചിൽ പങ്കെടുത്തു. BJP മണലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സുധീഷ് മേനത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. BJP അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അജയ് കുമാർ പേനിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി KB രതീഷ്, ലാസർ പരക്കാട്, മോഹനൻ കൈപ്പിള്ളി, സിലേഷ് C ശിവരാമൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ടവറിനെതിരെ CPM പ്രവർത്തകർ അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകി. വാടാനപ്പള്ളി വ്യാപാര ഭവനിൽ മാമ്പഴം കർഷക കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന മാമ്പഴം ചക്ക പ്രദർശനമേളയ്ക്ക് രുചി പകരാൻ പായസവും. വ്യത്യസ്ത ഇനം മാമ്പഴം ചക്ക പായസങ്ങളാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രദർശനം കാണാനെത്തുന്നവർക്ക് വേദിയിൽ വെച്ച് തയ്യാറാക്കുന്ന പായസം രുചിച്ചറിയാനും സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യയ്ക്ക് പുറമെ ശ്രീലങ്ക, ഹോങ്കോങ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത ഇനം മാമ്പഴങ്ങളാണ് മേളയിലുള്ളത്. രാവിലെ 11 മുതൽ രാത്രി 9 വരെ നടക്കുന്ന പ്രദർശനമേള തിങ്കളാഴ്ച സമാപിക്കും. ഇരിങ്ങാലക്കുട രൂപതയുടെ ഈ വർഷത്തെ കേരള സഭാതാരം അവാർഡിന് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബും സേവന പുരസ്കാരങ്ങൾക്ക് ജോസ് കെ കാളൻ, ഷെജിൻ തോമസ് എന്നിവരും അർഹരായതായി ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2-ന് നടക്കുന്ന ചടങ്ങിൽ കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ മാത്യു അറക്കൽ അവാർഡ് ദാനം നിർവഹിക്കും. ഭാരവാഹികളായ മോൺസിഞ്ഞോർ ജോസ് ഇരുമ്പൻ, ഫാദർ വിൽസൺ ഈഴത്തറ, അഡ്വക്കേറ്റ് സുനിൽ ജോസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചെറുതുരുത്തിയിൽ വിദേശ ടൂറിസ്റ്റുകൾക്ക് താമസിക്കുന്നതിനായി നിർമ്മിച്ച സേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 30-ന് നടക്കും. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന് കീഴിലുള്ള സേവന കേന്ദ്രം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വിദേശികൾ ധാരാളമായി വരുന്ന സ്ഥലത്താണ് സാധാരണ ഇത്തരം സംവിധാനങ്ങൾ പോലീസ് ഒരുക്കാറുള്ളത്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ചെറുതുരുത്തിയിൽ നിരവധി വിദേശികളാണ് വന്നുപോകുന്നത്. ഇവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനാണ് സേവന കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. ചാലക്കുടി പോട്ട മേഖലയിലെ കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷനുകളുടെ സമാപനവും മേഖലാ കുടുംബസംഗമവും ഈ മാസം 25-ന് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
വൈകിട്ട് 5-ന് BR പുരം കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ചടങ്ങ് മന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മണ്ഡലം പ്രസിഡന്റ് IL ആന്റോയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്യും. ജനറൽ കൺവീനർ AB ജോർജ്, മണ്ഡലം പ്രസിഡന്റ് IL ആന്റോ, മുനിസിപ്പൽ ചെയർമാൻ VO പൈലപ്പൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് കർഷക തൊഴിലാളി സഹകരണ സംഘത്തിന്റെ നവീകരിച്ച ബാങ്ക് ഓഫീസ് ഉദ്ഘാടനം മുണ്ടത്തിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജിത് കുമാർ നിർവഹിച്ചു. സഹകരണ വികസന ക്ഷേമനിധി ബോർഡ് വൈസ് ചെയർമാൻ EK ദിവാകരൻ, ബാങ്ക് പ്രസിഡന്റ് KR കൃഷ്ണൻകുട്ടി, വൈസ് പ്രസിഡന്റ് PS രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജോയ് ദേവസി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PR അരവിന്ദാക്ഷൻ, മനോജ് എന്നിവർ പങ്കെടുത്തു. വിവാഹ അഭ്യർത്ഥന നിരസിച്ച പെൺകുട്ടിയെ ആക്രമിച്ച യുവാവിനെ ഒലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൂർ പയ്യപ്പള്ളി മൂല സ്വദേശി കിഴക്കേടത്ത് സുധീഷാണ് അറസ്റ്റിലായത്. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല രോഗ പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA സത്യൻ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. സുരേഷ് വെണ്ണേങ്കോട്ട്, കൊച്ചപ്പൻ വടക്കൻ, സാൻഡി ജോൺസൺ, ഷീല ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുസ്ഥാപനങ്ങളും പരിസരവുമാണ് ആരോഗ്യവകുപ്പിന്റെയും ആശാപ്രവർത്തകരുടെയും അംഗൻവാടി അധ്യാപകരുടെയും നേതൃത്വത്തിൽ ശുചീകരിച്ചത്. ജീവാമൃതം ജലം എന്ന പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിലെയും അംഗൻവാടികളിലെയും ശുദ്ധജലത്തിന്റെ ഗുണനിലവാരം സൗജന്യമായി ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ പരിശോധിക്കുകയും ചെയ്തു. ഇരുമ്പപ്പെട്ടി കരിയന്നൂരിൽ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി കലുങ്ക് പാലം ഇടിച്ചു തകർത്തു. മങ്ങാട് നിന്ന് ചൂണ്ടലിലേക്ക് ലോഡുമായി പോകുകയായിരുന്ന ടിപ്പർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കരിയന്നൂർ ഇറക്കം ഇറങ്ങുന്നതിനിടയിൽ സ്റ്റിയറിംഗിന്റെ ബാലൻസ് റാഡ് പൊട്ടിയതാണ് അപകടത്തിന് കാരണം. കലുങ്ക് പാലത്തിൽ ഇടിച്ച് കൈവരി തകർത്ത ലോറിയുടെ മുൻവശം പാലത്തിന് താഴേക്ക് തൂങ്ങി നിന്നെങ്കിലും മറിയാത്തതിനാൽ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ ഏറുന്നതിന്റെ ആഹ്ലാദം പങ്കുവച്ച് കോടാലിയിലെ ഹോട്ടൽ ഉടമ 2000 പേർക്ക് പാൽപ്പായസം വിതരണം ചെയ്തു. കോടാലി ആശുപത്രി ജംഗ്ഷന് സമീപമുള്ള മുത്ത് ഹോട്ടൽ ഉടമയായ തീയടത്ത് ബാലനാണ് പാൽപ്പായസ വിതരണം നടത്തിയത്. BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് VV രാജേഷ്, അഡ്വക്കേറ്റ് PG ജയൻ, വിജീഷ്, PR തിലകൻ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റത്തൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉൾപ്പെടെയുള്ള പൊതുസ്ഥാപനങ്ങളിലും പാൽപ്പായസ പാക്കറ്റുകൾ എത്തിച്ച് വിതരണം നടത്തി. നേരത്തെ CPM അനുഭാവിയായിരുന്ന ബാലൻ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KT ജലീൽ വിജയിച്ചതിന്റെ ആഹ്ലാദം പങ്കുവച്ച് 1000 പേർക്ക് ബിരിയാണി സദ്യ നൽകിയിരുന്നു. മറ്റത്തൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ രോഗികൾക്ക് 1 മാസത്തോളം സൗജന്യ കഞ്ഞി വിതരണവും ഇയാൾ നടത്തിയിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTU നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്പയാർ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. KSKTU ജില്ലാ പ്രസിഡന്റ് KK ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. MC ശശിധരൻ അധ്യക്ഷനായിരുന്നു. ശുഭ സുനിൽ, KB ഹംസ, MK രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കർഷക തൊഴിലാളി പെൻഷൻ 1000 രൂപയാക്കുക, പെൻഷൻ കുടിശ്ശികയും ക്ഷേമനിധി ആനുകൂല്യങ്ങളും ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. മുൻ കേന്ദ്രമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമേനോന്റെ 44ാം ചരമവാർഷികം കോൺഗ്രസ് ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. പനമ്പിള്ളി സെന്ററിൽ നടന്ന അനുസ്മരണ സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ VO പൈലപ്പൻ ഉദ്ഘാടനം ചെയ്തു. പനമ്പിള്ളി സ്മാരക കേന്ദ്രം ഡയറക്ടർ പനമ്പിള്ളി രാഘവ മേനോൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡെന്നിസ് K ആന്റണി, മണ്ഡലം പ്രസിഡന്റ് IL ആന്റോ, TK ആദിത്യവർമ്മ എന്നിവർ സംസാരിച്ചു. KSKTU മണലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുല്ലശ്ശേരി സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KA വിശ്വംഭരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് VN ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. PA രമേശൻ, PK അരവിന്ദൻ, VG സുബ്രഹ്മണ്യൻ, ഷീല ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. KSKTU ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. NREG യൂണിയൻ ജില്ലാ സെക്രട്ടറി TK വാസു ഉദ്ഘാടനം ചെയ്തു. CPM പൊന്നിയൂർ ലോക്കൽ സെക്രട്ടറി TV സുരേന്ദ്രൻ, AH അക്ബർ, K ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. KSKTUവിന്റെ ആഭിമുഖ്യത്തിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം ലളിത ബാലൻ ഉദ്ഘാടനം ചെയ്തു. KSKTU കൊടുങ്ങല്ലൂർ ഏരിയ പ്രസിഡന്റ് TG പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി PS ലോഹിതാക്ഷൻ സംസാരിച്ചു. ബാലവേദി അന്തിക്കാട് പഞ്ചായത്ത് കലോത്സവത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങൾ നടന്നു. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടത്തിയത്. എടത്തിരുത്തി പഞ്ചായത്തിൽ ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി 30 അംഗൻവാടികൾക്ക് കളിക്കോപ്പ്, കസേര, സൈക്കിൾ എന്നിവ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. രത്നചന്ദ്രൻ അധ്യക്ഷയായി. ഗീതാ മോഹൻദാസ്, PA ഷാഹുൽ ഹമീദ്, KR ഹരി, S ഓമന എന്നിവർ സംസാരിച്ചു.
ജില്ലയിലെ 40ഓളം ശാഖകൾ ഉള്ള PKB കളരി സംഘത്തിന്റെ സ്ഥാപക ഗുരുക്കൾ ഗുരുവായൂർ തൊഴിയൂർ സുനേന നഗറിൽ പൂനാട്ട് ബാലൻ നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 8-ന് സ്വവസതിയിൽ നടക്കും. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മഴക്കാല രോഗപ്രതിരോധ പദ്ധതിയുടെ മഴക്കിലുക്കത്തിന്റെ ഭാഗമായി ഗുരുവായൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ടൗൺഹാളിൽ നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർമാൻ TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ മഹിമ രാജേഷ് അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KA ജേക്കബ്, VK ശ്രീരാമൻ, ഹെൽത്ത് സൂപ്പർവൈസർ KS ലക്ഷ്മണൻ, നഗരസഭാ സെക്രട്ടറി രഘുരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ശുചീകരണ തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. 250ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് കർഷക സേവന കേന്ദ്രം വടക്കാഞ്ചേരി ബ്ലോക്ക് ഉദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK അബ്ദുൽ സലാം മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ U ജയകുമാരൻ വൈറ്റ് ആർമിയുടെയും തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ ജേക്കബ് ഹൈടെക് പോളി ഹൌസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ CV ശശിധരൻ ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് PM കുര്യാക്കോസ്, ഫിലിപ്പ് വർഗീസ്, TA ശങ്കരൻ, സൌമ്യ പോൾ എന്നിവർ സംസാരിച്ചു. നോർത്ത് ചാലക്കുടി മഠത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയുടെ മുന്നോടിയായി ഞായറാഴ്ച പുനരുദ്ധാരണ യജ്ഞം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 10-ന് നടക്കുന്ന ചടങ്ങ് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്യും. മുനിസിപ്പൽ ചെയർമാൻ VO പൈലപ്പൻ മുഖ്യാതിഥിയായിരിക്കും. വിവിധ ആചാര്യന്മാരെ യോഗത്തിൽ ആദരിക്കും. ചെയർമാൻ N കുമാരൻ, പ്രസിഡന്റ് KK രവി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പറപ്പൂക്കര സെന്റ് ജോൺസ് ഫൊറോന തീർത്ഥകേന്ദ്രത്തിലെ 8ാം ഇടവും ഊട്ടുതിരുനാളും ആഘോഷിച്ചു. നേർച്ച ഭക്ഷണം, ആശീർവാദം, ആഘോഷമായ ദിവ്യബലി, പ്രദക്ഷിണം, കുട്ടികൾക്കുള്ള നേർച്ച ഊട്ട് എന്നിവ നടന്നു. ഫാദർ തോമസ് എടക്കളത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ലാസർ കുറ്റിക്കാട്ട് തിരുനാൾ സന്ദേശം നൽകി. ഊട്ടുസദ്യയിൽ നിരവധി പേർ പങ്കെടുത്തു. കൊടകര കാവനാട്ട് കിണറ്റിൽ വീണയാളെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. കാവനാട് സ്വദേശി ചെമ്മിഞ്ചേരി സുബ്രഹ്മണ്യനാണ് കിണറ്റിൽ വീണത്. കാവനാട് പള്ളത്തേരി രാജുവിന്റെ വീട്ടുകിണറ്റിൽ ചേറെടുക്കാൻ എത്തിയ ഇയാൾ ജോലിക്കിടെ കയർ ഉപയോഗിച്ച് കരയ്ക്ക് കയറുമ്പോൾ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. പുതുക്കാട് നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘമാണ് കിണറ്റിലിറങ്ങി ഇയാളെ പുറത്തെടുത്തത്. തലയ്ക്ക് പരിക്കേറ്റ സുബ്രഹ്മണ്യനെ പിന്നീട് കൊടകര ശാന്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാള ISTയുടെ കീഴിലുള്ള മദ്രസയുടെ 35ാമത് വാർഷികവും ഇസ്ലാമിക കലോത്സവവും ഈ മാസം 29-ന് ആഘോഷിക്കും. ഇതോടനുബന്ധിച്ച് ഇസ്ലാമിക് പ്രദർശനവും വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മദ്രസയിൽ പഠിച്ച് വിവിധ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്നവരെ ചടങ്ങിൽ ആദരിക്കും. വൈകിട്ട് 4-ന് നടക്കുന്ന പൊതുസമ്മേളനം ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന ജനറൽ സെക്രട്ടറി P മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ TA മുഹമ്മദ് മൗലവി, PK മനാഫ്, AA ഉബൈസ്, അനസ് മാള എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് കടൽ തീരത്ത് നടന്ന ഫുട്ബോൾ മത്സരം ആവേശമായി. ജനമൈത്രി പോലീസിന്റെ കരുത്തിന് മുന്നിൽ യുവാക്കളുടെ ടീം കീഴടങ്ങി. തിരുവത്ര ചീനിച്ചുവട് KH സ്മാരക ഫുട്ബോളിൽ ചാവക്കാട് ജനമൈത്രി പോലീസ് ടീം എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഷാർപ്പ് ലൈൻ ചീനിച്ചുവടിനെ പരാജയപ്പെടുത്തി. അഡീഷണൽ SI OJ ജോസഫ്, CPOമാരായ ജിസ്വി ആന്റണി, സോമിൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ പോലീസ് ടീമിന്റെ കരുത്തിന് മുന്നിൽ ഷാർപ്പ് ലൈൻ ചീനിച്ചുവട് പരാജയം സമ്മതിക്കുകയായിരുന്നു. മദ്യമയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ പൂർണ്ണമായി നിരോധിക്കുക എന്നാവശ്യപ്പെട്ട് 18 സംഘടനകളുടെ കൂട്ടായ്മയായ പുതിയകാവ് ആക്ഷൻ ഫോറത്തിന്റെ നേതൃത്വത്തിൽ മദ്യവിരുദ്ധ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. മതിലകം സെന്റർ മുതൽ പുന്നക്കരു ബസർ വരെ 2 കിലോമീറ്റർ ദേശീയപാതയിലാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. സംഘടക സമിതി നേതാക്കളായ VR മോഹനൻ, NK നസീബ്, ഇസാബിൻ അബ്ദുൽ കരീം, KK ഷാജഹാൻ, നൌഷാദ് മതിലകം, K ധർമ്മരാജൻ തുടങ്ങിയവർ വിവിധയിടങ്ങളിൽ മദ്യവിരുദ്ധ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ നിറവ് പദ്ധതിയുടെ ഭാഗമായുള്ള സമ്മിശ്ര മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. പൊയ്യ പഞ്ചായത്തിലെ മടത്തുംപടി മുല്ലപ്പള്ളി ആന്റണിയുടെ കൃഷിയിടത്തിലാണ് വിളവെടുപ്പ് ആരംഭിച്ചത്. കുളത്തിലും തെങ്ങിൻതോപ്പിലുമായി നടത്തിയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് TN പ്രതാപൻ MLA ഉദ്ഘാടനം ചെയ്തു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല നൌഷാദ് അധ്യക്ഷത വഹിച്ചു. KM ഏലിയാസ് പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AA അഷ്റഫ്, അംബിക പരമേശ്വരൻ, ജോളി സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം. ദേവസ്വത്തിലെ പ്രശ്നം പഠിക്കാൻ ജസ്റ്റിസ് MN കൃഷ്ണനെ ചുമതലപ്പെടുത്തിയതായി കോടതിയെ സർക്കാർ അറിയിച്ചു. കടപ്പുറം പഞ്ചായത്ത് ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. വളം വിതരണം ചെയ്തതിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തി.
ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടിലും LDF-ന് ജയം. ജില്ലാ പഞ്ചായത്ത് വള്ളത്തോൾ നഗർ ഡിവിഷനിലും വേളൂക്കര 10ാം വാർഡിലുമാണ് LDF വിജയിച്ചത്. ഗ്രാമവാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.